ഹലോ നഷജ, ഇത് ഞാൻ എയർ ഡൈ ക്ലേ ചെയ്യുന്നത് കാണിക്കാം. ഞാൻ ഓൾറെഡി എയർ ഡൈ ക്ലേ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കുക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡായിരുന്നു. അത് കണ്ടിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫംഗസ് വരുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കാം. ആദ്യം വേണ്ടത് ഗ്ലൂ ആണ്. ഞാൻ ഇവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ബോട്ടിലോളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് മെഷർമെൻ്റ് ഒന്ന് എടുത്ത് വെക്കുക. കാരണം അതേ സെയിം എമൗണ്ടിലാണ് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് അളന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതേ സെയിം എമൗണ്ടിൽ തന്നെ കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ എത്രയാണ് ഗ്ലൂ എടുത്തത് അതേ സെയിം എമൗണ്ടിൽ തന്നെ കോൺഫ്ലവറും ആഡ് ചെയ്യാം. കോൺഫ്ലവർ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടെക്സ്ചർ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ കഴിയുന്ന അത്രയും കോൺഫ്ലവർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ടൈറ്റായിട്ടായിരിക്കും. പിന്നെ അത് നമുക്ക് ലൂസായിട്ട് തന്നെ കിട്ടും. അതിൽ എയർ ബബിൾസും അതുപോലെ തന്നെ ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂവും കോൺഫ്ലവറൊക്കെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെൻറ്റിലൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പെട്ടെന്ന് കേട് വരും. അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് എമൗണ്ട് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആഡ് ചെയ്യുന്നത് വിനെഗറാണ്. അത് നമ്മളുടെ കേട് വരാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 ടേബിൾ സ്പൂണിൻ്റെ 3/4 ആയിരുന്നു. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ലൂസായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇത് എത്ര ലൂസായാലും നിങ്ങൾ ഒരിക്കലും കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മളുടെ മെഷർമെൻറ്റ് ആകെ തെറ്റും. ഇത് ഭയങ്കര മെഷർമെൻറ്റൊക്കെ തെറ്റി പോയാൽ ചിലപ്പോൾ ക്ലേ ഉണ്ടാക്കുന്ന റെഡി ഒന്നും ആവില്ല. ഇനി ആഡ് ചെയ്യുന്നത് ഓയിലാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് കളർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അഥവാ ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഷൻസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ എത്രയാണോ വിനെഗർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സെയിം എമൗണ്ടിൽ തന്നെയാണ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാനിതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് കാണിക്കാം. കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിയാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് 2 മിനിറ്റൊക്കെ ആയപ്പോഴത്തേന് തന്നെ അത് ഭയങ്കര റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എമൗണ്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ അത്രയും പെട്ടെന്ന് കുക്കായത്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ആയോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ടിപ്പിലാക്കുമ്പോൾ ഫിംഗേഴ്സിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമ്മളുടെ കൈൻ്റെ ഉള്ളിലാക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലേ ഭയങ്കര സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഭയങ്കര ഒരു വാട്ടറി ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അഥവാ അല്ല ഇനി കട്ടായിട്ടാണ് ഭയങ്കര ഹാർഡായിട്ടാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലിസറിന് ആഡ് ചെയ്താൽ ഭയങ്കര സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. നമ്മളിത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെയും അറ്റം വാട്ടർ ഡ്രോപ്സിൻ്റെ പോലെ ഭയങ്കര ഷാർപ്പായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ ഉണ്ടാക്കിയ അതേ ദിവസം തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസമെങ്കിലും മിനിമം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം അത് വെച്ചാൽ ഭയങ്കര നമ്മൾ ഉണ്ടാക്കിയിലേറെ ബെറ്ററായിട്ട് ഒന്നും കൂടെ സ്മൂത്തായിട്ട് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഫുഡൊക്കെ റാപ്പ് ചെയ്യുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കവർ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ ഒരു ക്ലേമ് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. ഞാൻ അത് അടച്ച് വെക്കുന്നതിന് മുന്നേ അതിൻ്റെ മേലെ ഒരു ക്ലോത്ത് ഇട്ടിട്ടാണ് കേട്ടോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും കൂടെ ബെറ്ററായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് നമ്മൾ ഉണ്ടാക്കിയില്ലാതെ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും മിനിമം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ബൈ.